ഓരോ തവണ പ്രകൃതി ദുരന്തം വിതയ്ക്കുമ്പോഴും മാധവ് ഗഡ്ഗിൽ എന്ന പേരും അദ്ദേഹത്തിന്റെ വാക്കുകളും വീണ്ടും വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ ആവുകയാണ്. ഇന്ത്യൻ എക്കോളജിസ്റ്റായ മാധവ് ഗാഡ്ഗിൽ വർഷങ്ങളോളമായി തന്റെ പഠന റിപ്പോർട്ടുകളിലൂടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പശ്ചിമഘട്ട മലനിരകൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും കേരളം വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വരുമെന്നതും. പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് പഠിച്ച സർക്കാർ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഗാഡ്ഗിൽ. ക്വാറികളുടെ പ്രവർത്തനവും നിരന്തരമായ പാറ പൊട്ടിക്കലും വയനാട്ടിലെ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടെന്നും പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നുമാണ് മാധവ് ഗാഡ്ഗിൽ വയനാട് ദുരന്തത്തിൽ പ്രതികരിച്ചത്. ഈ അവസ്ഥയിൽ ഇത്തരം പതിവ് പ്രകൃതി പ്രക്ഷോഭങ്ങളുടെ പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കുന്നത് ഭാവിയിലെ പ്രകൃതി ദുരന്തങ്ങളിൽ മുൻകരുതലുകൾ എടുക്കുന്നതിന് നിർണായകമാണ്. പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ട മലനിരകളെ ചൂഷണം ചെയ്യുന്നതാണ് കേരളത്തിലെ മണ്ണിടിച്ചിലിന്റെ പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. പശ്ചിമഘട്ട മലനിരകൾ കാര്യമായ തോതിൽ ചൂഷണം ചെയ്യപ്പെട്ടതോടെ കുത്തനെയുള്ള ചെരിവുകളും കനത്ത മഴയും കൂടിച്ചേർന്ന് ഈ പ്രദേശങ്ങൾ വളരെ പെട്ടെന്ന് പ്രകൃതി ദുരന്തങ്ങൾക്ക് വിധേയമാകുന്നു. പശ്ചിമഘട്ടത്തിൽ തീവ്രമായ മൺസൂൺ മഴ ലഭിക്കുന്നതിനാൽ മണ്ണിന്റെ സാന്ദ്രീകരണത്തിനും അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി മാറുന്നു. മണ്ണിന്റെ അവസ്ഥ മറ്റൊരു നിർണായക ഘടകമാണ്. കേരളത്തിലെ പല പ്രദേശങ്ങളിലും മൺസൂൺ കാലത്തെ ഉയർന്ന തോതിലുള്ള മഴ മണ്ണിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്തുകയും മണ്ണിടിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വനനശീകരണവും ആസൂത്രിതമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രകൃതിദത്ത ഡ്രൈനേജ് പാറ്റേണുകളെ തടസ്സപ്പെടുത്തുകയും ജലം ആഗിരണം ചെയ്യാനുള്ള മണ്ണിന്റെ കഴിവ് കുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ നിരവധി പരിസ്ഥിതിലോല പ്രദേശങ്ങൾ പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും മനുഷ്യ പ്രവർത്തനങ്ങൾക്കും വളരെ ദുർബലമായതാണ്. എന്നാൽ കോർപ്പറേറ്റ് വികസന ആവശ്യങ്ങൾക്കായി ഈ പ്രദേശങ്ങളിലേക്കുള്ള കയ്യേറ്റങ്ങൾ സൂക്ഷ്മമായ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തി ഉരുൾപൊട്ടലിന് കാരണമാക്കുന്നു. വനനശീകരണവും ആസൂത്രിതമല്ലാത്ത നിർമ്മാണവും തടയുന്നതിന് സുസ്ഥിര വികസന പ്രവർത്തനങ്ങളുടെ കർശനമായ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. വനവൽക്കരണ പദ്ധതികൾ, മണ്ണ് സംരക്ഷണ സാങ്കേതിക വിദ്യകൾ, മികച്ച തയ്യാറെടുപ്പിനായി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് സർക്കാർ നടപടികൾ എടുക്കേണ്ടതും പ്രധാനമാണ്. ഇനിയും പരസ്പരം പഴിചാരലുകൾക്ക് നിൽക്കാതെ കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കവളപ്പാറയും മുണ്ടക്കയവുമെല്ലാം ഇനിയും കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.